ഇതുണ്ടല്ലോ നമ്മുടെ പ്ലം കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ നമുക്ക് സോക്ക് ചെയ്ത് വെക്കണമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓറഞ്ച് ജ്യൂസിൽ നിങ്ങൾക്ക് സോക്ക് ചെയ്ത് വെക്കുക. ഞാനിവിടെ റമ്മാട്ട് എടുത്തേക്കുന്നത്. അപ്പോൾ റമ്മ് എടുത്തേക്കുന്നത് 1/2 കപ്പ് റമ്മാണ് എടുത്തേക്കുന്നത്. പിന്നെ നമ്മുടെ ഉണക്കമുന്തിരി എടുത്തിട്ടുണ്ട്, അളവ് ഞാൻ പറയാം കേട്ടോ. ഉണക്കമുന്തിരി എടുത്തിട്ടുണ്ട്, പിന്നെ ആപ്രിക്കോട്ട് എടുത്തിട്ടുണ്ട്, പിന്നെ ഇത് നമ്മുടെ ക്രാൻബെറിയാണ് എടുത്തേക്കുന്നത്, പിന്നെ ഇത് പ്രൂൺസ്, പിന്നെ ഇത് നമ്മുടെ ടൂട്ടി ഫ്രൂട്ടി, പിന്നെ ഇത് ഈന്തപ്പഴം. പിന്നെ നട്ട്സായിട്ട് ഞാൻ എടുത്തേക്കുന്നത് ബദാം എടുത്തിട്ടുണ്ട്, വാൾനട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാത്തിൻ്റെയും അളവ് പറയുമ്പോൾ മുന്തിരി ഞാൻ 100 ഗ്രാം എടുത്തിട്ടുണ്ട്, ക്രാൻബെറി 50 ഗ്രാം എടുത്തിട്ടുണ്ട്, ഡേറ്റ്സ് 100 ഗ്രാം എടുത്തിട്ടുണ്ട്, പിന്നെ പ്രൂൺസ് 75 ഗ്രാം എടുത്തിട്ടുണ്ട് കേട്ടോ. പ്രൂൺസ് 75 ഗ്രാം എടുത്തിട്ടുണ്ട്. പിന്നെ ആപ്രിക്കോട്ടും ഞാൻ 75 ഗ്രാം എടുത്തിട്ടുണ്ട്. പിന്നെ ബദാം ഇപ്പോൾ നമ്മൾ സോക്ക് ചെയ്യണില്ല, എന്നാലും പറയാം. ബദാം ഞാനിവിടെ 120 ഗ്രാം എടുത്തിട്ടുണ്ട്, വാൾനട്ട് 50 ഗ്രാം എടുത്തിട്ടുണ്ട്, പിന്നെ ടൂട്ടി ഫ്രൂട്ടി 100 ഗ്രാം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് ഇതിനകത്ത് നട്ട്സ് ഇടണ്ട, ഇത് രണ്ടും ഇടണ്ട. ബാക്കിയുള്ളത് ഞാൻ ടൂട്ടി ഫ്രൂട്ടി കൂടിയിട്ട് ഇതിൻ്റെ കൂടെ തന്നെ ഇടുന്നുണ്ട്. അല്ലെങ്കിൽ ഇട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ ഇട്ടാലും കുഴപ്പമില്ല. അപ്പോൾ നട്ട്സ് ഇടണ്ട, ബാക്കിയുള്ളതെല്ലാം കൂടിയിട്ട് നമുക്ക് ഇട്ടിട്ട് നമ്മുടെ റമ്മ് ഒഴിച്ചിട്ട് നമുക്ക് സോക്ക് ചെയ്ത് വെക്കാം. അപ്പോൾ റമ്മ് ഞാനിവിടെ എടുത്തേക്കുന്നത് ഓൾഡ് മഗിൻ്റെയാണ് എടുത്തേക്കുന്നത്. അതിപ്പോൾ ഏത് റമ്മായിരുന്നാലും കുഴപ്പമില്ല കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് റമ്മ് വേണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓറഞ്ച് ജ്യൂസിൽ നിങ്ങൾക്ക് ഇത് സോക്ക് ചെയ്ത് വെക്കുക. അല്ലെങ്കിൽ വൈനിൽ പക്ഷേ സോക്ക് ചെയ്ത് വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. വൈനിൽ സോക്ക് ചെയ്ത് വെച്ചാലും കുഴപ്പമുണ്ടാവില്ല. അല്ലെങ്കിൽ ഓറഞ്ച് ജ്യൂസ് അല്ലെങ്കിൽ റമ്മ് ഇടുക. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഇതിലേക്ക് നമ്മുടെ ഉണക്കമുന്തിരി ഇട്ടു. ഇത് ആപ്രിക്കോട്ടാട്ടെ. പിന്നെ ഇത് ക്രാൻബെറി നിങ്ങളുടെ അടുത്ത് ഇല്ലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ക്രാൻബെറി, പിന്നെ നമ്മുടെ ഈന്തപ്പഴം. അളവുകൾ ഞാൻ എല്ലാവരും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇടാട്ടോ. പിന്നെ ഇത് നമ്മുടെ പ്രൂൺസ്. ഇത് ഞാൻ ഫോണിലാണ് പിടിക്കുന്നത്. എൻ്റെ ട്രൈപോഡ് ഞാൻ അവിടെ പുറത്ത് വീഡിയോ പിടിക്കാൻ വേണ്ടി പോയപ്പോൾ ഗ്രീൻ ഹൗസിൽ വെച്ചപ്പോൾ നേരം രാത്രി കഴിഞ്ഞപ്പോൾ ഞാൻ പോയി എടുക്കണില്ല. അത് ഞാൻ മറന്ന് എടുത്തുകൊണ്ട് വയ്ക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് ടൂട്ടി ഫ്രൂട്ടി കേട്ടോ. അതെ, ഇത്രയ്ക്ക് സാധനം. അപ്പോൾ ഞാൻ ബദാമും മാറ്റി വെച്ചിട്ടുണ്ട്, നമ്മുടെ വാൾനട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേറെ നട്ട്സുകൾ നിങ്ങൾക്ക് ഏതെങ്കിലും വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിസ്താഷ്യൊക്കെ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേശ്ശെ ചേർക്കാം, അതിന് കുഴപ്പമൊന്നുമില്ല. പിന്നെ നട്ട്സൊക്കെ ആകുമ്പോൾ കുറേ ചേർക്കണ്ട. കുറേ ചേർത്തിട്ടുണ്ടെങ്കിലുണ്ടല്ലോ നമ്മുടെ കേക്ക് കട്ട് ചെയ്യുമ്പോൾ അതിങ്ങനെ നിറച്ചിങ്ങനെ നട്ട്സുകൾ കൂടുതലായിട്ട് വരുമ്പോൾ കേക്ക് പൊടിഞ്ഞു പോകും. ഇത്രയ്ക്ക് ചേർത്താൽ മതി. ഇതിപ്പോൾ അത്യാവശ്യം നമ്മൾ നന്നായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മുടെ റമ്മ് ഒഴിക്കാം കേട്ടോ. കുറഞ്ഞത് ഒരു ദിവസമെങ്കിലും ഇതിങ്ങനെ സോക്ക് ചെയ്ത് വെക്കണം കേട്ടോ. ഇനി ഇതെല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കണ്ട, പുറത്ത് തന്നെ വെച്ചാൽ മതി. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വെക്കുക. ഇനിയിപ്പോൾ കൂടുതൽ ദിവസം വെക്കുന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ദിവസവും ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. ഞാനിതിപ്പോൾ ഒരു ദിവസം ഫുള്ളായിട്ടാണ് വെക്കുന്നത്. അത് നമ്മൾ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് റമ്മ് ഇതിൻ്റെ അടിയിൽ കാണും. പക്ഷേ ഇത് നമ്മൾ ഇങ്ങനെ സോക്ക് ചെയ്ത് വെക്കുമ്പോഴുണ്ടല്ലോ കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് റമ്മൊക്കെ ഇത് വലിച്ചെടുത്തോളും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പരിപാടി. അപ്പോൾ ഇനി നാളെ നമ്മളിത് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കുമ്പോൾ കാണിക്കുക. കൂടുതൽ ദിവസം വെച്ചാലും കുഴപ്പമില്ല, പക്ഷേ ഒരു ദിവസം എന്തായാലും 24 hours എന്തായിരുന്നാലും വെക്കണം കേട്ടോ. ഫസ്റ്റ് നമ്മുടെ കേക്കിലേക്ക് നമുക്ക് കുറച്ച് സ്പൈസസ് വേണം. അപ്പോൾ അത് നമുക്കൊന്ന് പൊടിച്ചിട്ടെടുക്കാം. അപ്പോൾ ഞാനിവിടെ അതാ നോക്കിക്കേ, ഇതേപോലത്തെ ഒരു അത്യാവശ്യം 2 വലിയ സ്റ്റിക്ക് നമ്മുടെ സിനമൺ എടുത്തിട്ടുണ്ട്, നമ്മുടെ കറുകപ്പട്ട കേട്ടോ. ഇത്രയ്ക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ ജാതിക്കുരു എന്തായിരുന്നാലും വേണം കേട്ടോ. അത് ഒരു ഫുള്ള് ജാതിക്കുരു എടുക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ 1 ടീസ്പൂൺ കറിയാമ്പൂ. അപ്പം ഇത് 3 നമ്മൾ സ്പൈസസ് ആയിട്ട് എടുക്കുന്നത്. അപ്പം ഇത് ഞാൻ മിക്സിയിൽ ഇട്ടിട്ടൊന്ന് പൊടിച്ചിട്ടെടുക്കട്ടെ. ജാതിക്കുരു ചേർക്കണം കേട്ടോ. ജാതിക്കുരാണ് ഈ കേക്കിന് നല്ലൊരു ടേസ്റ്റ് കൊടുക്കുന്നത്. കേക്കിലേക്ക് നമുക്ക് വേണ്ടത് ബട്ടറാട്ടോ വേണ്ടത്. ഇതിലേക്ക് ഞാൻ ഓയിലൊന്നും ചേർക്കണില്ല. നിങ്ങൾക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പകുതി ഓയിലും പകുതി ബട്ടറായിട്ട് ഉണ്ടാക്കുക. പക്ഷേ ബട്ടറിൽ ഉണ്ടാക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പം ബട്ടർ ഞാനിവിടെ ഇതേപോലത്തെ 2 ക്യൂബാണ് എടുത്തേക്കുന്നത്. ഇത് രണ്ടും കൂടിയിട്ട് 225 ഗ്രാം ആട്ടാ. ഇപ്പം തണുപ്പായതുകൊണ്ട് ഭയങ്കര ഇങ്ങനെ പുറത്ത് വെച്ചാലും സോഫ്റ്റ് ആവില്ല. അപ്പം ഇത് ഞാൻ സ്റ്റീമറിൽ വെച്ചിട്ട് ഞാനൊന്ന് സോഫ്റ്റ് ആക്കിയിട്ട് എടുക്കട്ടെ കേട്ടോ. കേക്കിലേക്ക് ഉണ്ടല്ലോ ഈ ഓറഞ്ചിൻ്റെ തൊണ്ടുണ്ടല്ലോ നമുക്കൊന്ന് പീൽ ചെയ്തിട്ട് ചേർക്കണം. അപ്പോൾ ഇതിൻ്റെ ഈ തൊണ്ടിന് ഒട്ടും കയ്പില്ലാത്തതാണ്. ഇത് നമ്മുടെ ചെറിയ ടൈപ്പ് ഓറഞ്ച് മാൻഡ്രിയൻ എന്ന് പറയും, ആ ഓറഞ്ചാണിത്. അപ്പോൾ ഇതിൻ്റെ തൊണ്ടിന് തീരെ കയ്പുണ്ടാവില്ല. അപ്പോൾ ഇതിൻ്റെ തൊണ്ട് ഞാൻ ഫുള്ളായിട്ട് എടുക്കുന്നുണ്ട്. സാധാരണ ഓറഞ്ചാണ് നിങ്ങൾ എടുക്കണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓറഞ്ച് നിങ്ങൾ ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കുക. എന്നിട്ട് ഈ പുറത്തെ കട്ടിയുള്ളത് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. ഉള്ളിലേക്ക് അതിൻ്റെ
ഈ കട്ടിയുള്ളത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു വെളുത്ത കളർ കാണും. അത് വരരുത് കേട്ടോ ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കുമ്പോൾ. സാധാരണ നമ്മുടെ നാട്ടിലേക്ക് കിട്ടണ ഓറഞ്ചാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കാരണം അതിന് ഭയങ്കര കയ്പ്പ് രസമായിരിക്കും. മിക്സിയിലിട്ടിട്ടൊന്ന് കറക്കി എടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്തിട്ട് എടുത്തോ. പക്ഷെ ഇത് നമ്മൾ ഇപ്പം ഇങ്ങനെ തീരെ കയ്പില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ എടുക്കുക. ഇതാകുമ്പോൾ നമുക്ക് എളുപ്പമാണല്ലോ. അതേപോലെ തന്നെ നമ്മുടെ നാരങ്ങ ഉണ്ടല്ലോ, അതും ഇതിൻ്റെ ഈ പുറത്തെ കട്ടിയുള്ളത് ഇത് ഗ്രേറ്റ് ചെയ്തിട്ട് ചേർക്കുന്നുണ്ട്. അത് ലെമണായിരുന്നാലും കുഴപ്പമില്ല, ലൈമായിരുന്നാലും കുഴപ്പമില്ല. അപ്പോൾ ഇത് ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കുന്നത്. ഇതായിരുന്നാലും നോക്കിക്കേ, ഈ പുറത്ത് പിന്നെ ഇത് വരുന്നുണ്ടല്ലോ, ഇത് എടുക്കരുത്. ഇതാണ് ഓറഞ്ചിൻ്റെയും പറഞ്ഞത്. ഇതിന് കയ്പ്പ് രസമാണ്. ഈ പുറത്തതിന് മാത്രം, ഈ കട്ടിയുള്ളതിന് മാത്രം നമ്മൾ എടുക്കാൻ പാടുള്ളൂ. അതിന് മാത്രമേ ഫ്ലേവർ ഇതുള്ളൂ. മറ്റേതിന് ഭയങ്കര കയ്പ്പ് വരും. ഇതൊന്നും അങ്ങനെ ഇപ്പം അത്രയ്ക്ക് അങ്ങോട്ട് കറക്റ്റ് ഒന്നും വേണമെന്നില്ല. ഒരു ഇച്ചിരി കൂടിയാൽ കുറഞ്ഞാലും കുഴപ്പമില്ല. അതേപോലത്തെ 1.5 എണ്ണ ചേർക്കണേ. അപ്പോൾ ഇത് ഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ കേക്കിലേക്ക് ബാക്കിയുള്ള സാധനങ്ങൾ, ഈ കേക്ക് സാധാരണ നമ്മൾ പ്ലം കേക്ക് ഉണ്ടാക്കുമ്പോൾ പഞ്ചസാര കാരമലൈസ് ചെയ്തിട്ടാണ് നമ്മൾ കേക്ക് ഉണ്ടാക്കാറുള്ളത്. പക്ഷേ ഇതിനകത്ത് നമ്മൾ പഞ്ചസാര കാരമലൈസ് ചെയ്യണില്ല. ഈ കേക്ക് അതുകൊണ്ട് തന്നെ ഉണ്ടാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി എളുപ്പമാണ്. അപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്നത് ബ്രൗൺ ഷുഗറാണ് എടുത്തേക്കുന്നത്. കടകളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും. കടയിൽ നിന്ന് നമുക്ക് ഡാർക്ക് ബ്രൗൺ ഷുഗറും വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും, ലൈറ്റും കിട്ടും. ഞാനിവിടെ ഡാർക്കാണ് എടുത്തേക്കുന്നത്. ഡാർക്ക് ആകുമ്പോൾ നമ്മുടെ കേക്കിന് കുറച്ചുകൂടി നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഡാർക്ക് എടുത്തേക്കുന്നത്. ഇപ്പം ലൈറ്റ് ആയിരുന്നാലും കുഴപ്പമില്ല. അപ്പം ഇത് 180 ഗ്രാമായിട്ട് എടുത്തേക്കുന്നത്. എല്ലാവരും ഗ്രാമിൻ്റെ അളവിലാണ് പറയണത്. പിന്നെ അതേപോലെ തന്നെ 5 മുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ മൈദപ്പൊടി ഞാനിവിടെ 250 ഗ്രാം മൈദപ്പൊടിയാണ് എടുത്തേക്കുന്നത്. പിന്നെ നമ്മുടെ കേക്കിലേക്ക് നമ്മൾ സാധാരണ നമ്മൾ ചേർക്കാത്ത വേറൊരു സാധനം കൂടിയിട്ട് ചേർക്കുന്നുണ്ട്. ഇത് നിങ്ങളുടെ അടുത്ത് ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇത് മൊളാസസ് ആണ്, നമ്മുടെ ശർക്കരയിൽ നിന്ന് എടുക്കുന്ന സാധനം. പക്ഷേ ശർക്കര പാനി ആക്കിയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാവും എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ അതുകൊണ്ട് ഇത് കടയിൽ നിന്നാണ് വാങ്ങിച്ചത്. ഇത് നമ്മുടെ നാട്ടിലും ഇത് കിട്ടും. ഞാൻ ആമസോണിൽ, നാട്ടിലെ ഇന്ത്യൻ ആമസോണിൽ ഞാൻ ടൈപ്പ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെയുണ്ട്. അതിനും ഇതേപോലത്തെ ഒരു ബോട്ടിലിനൊക്കെ 280 രൂപയാണ് ഞാൻ ഏറ്റവും കുറവ് കണ്ടത്. അതിനകത്ത് ഞാൻ നോക്കിയപ്പോൾ ഇങ്ങനെ കണ്ടിരുന്നു. ഞാൻ വാങ്ങിച്ചിരുന്ന ഈ സെയിം ബ്രാൻഡ് തന്നെ ഞാൻ ഇതിനകത്ത് കണ്ടിരുന്നു. പക്ഷെ അതിന് വില കൂടുതലാണ് കാണിച്ചത്. അത് എനിക്ക് തോന്നണ അത് ഈ വേൾഡ് വൈഡ് ചിലപ്പോൾ ഷിപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ടായിരിക്കും അതിന് ഭയങ്കര വില കൂടുതലാണ്. ഇത് ഈ ഗ്രാൻഡ് മാസ് എന്ന് പറഞ്ഞതാണ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിന് 1298 രൂപയാണ് കാണിക്കുന്നത്. ഈ അതുള്ളിൽ ഏറ്റവും വില കൂടുതൽ അതാണ് കാണിക്കുന്നത്. അത് എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിലുണ്ടാക്കുന്നത്, ഇവിടുന്ന് ഷിപ്പ് ചെയ്യുന്നതൊക്കെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് അത്രയ്ക്ക് വില. പക്ഷേ ഇത് നിങ്ങൾ വാങ്ങേണ്ട ആവശ്യമില്ല. നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും വില പറഞ്ഞാൽ ഏതെങ്കിലും ബ്രാൻഡ് വാങ്ങിച്ചാൽ മതി. അപ്പോൾ ഇത് നമ്മൾ 2 ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത്. ഇത് കിട്ടിയില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേക്ക് ഉണ്ടാക്കാണ്ടിരിക്കണ്ട. ഇത് നമ്മുടെ കേക്കിന് കുറച്ചും കൂടി നല്ലൊരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ചേർക്കുന്നത്. ഇത് ഇനിയിപ്പോൾ നിങ്ങൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ശർക്കര പാനിയൊക്കെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കില്ലേ, അടയൊക്കെ ഉണ്ടാക്കുന്ന സമയത്തൊക്കെ ശർക്കര പാനിക്ക് പകരമായിട്ട് നിങ്ങൾക്കത് എടുക്കാനും പറ്റും. അപ്പോൾ ഇത് മൊളാസസ്. അപ്പോൾ ഇത് 2 ടേബിൾ സ്പൂണായിട്ട്. പിന്നെ വാനില എസൻസ് ഞാൻ 1 ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത്. ഞാനിവിടെ എടുത്തേക്കുന്നത് വാനില എക്സ്ട്രാക്റ്റാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് 1 ടേബിൾ സ്പൂൺ ചേർക്കുന്നത്. വാനില എസൻസ് ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനേക്കാളും ഭയങ്കര സ്ട്രോങ് ആയിട്ടിരിക്കും. അപ്പോൾ ഇതിൻ്റെ പകുതി ചേർത്താൽ മതിയാവും. എസൻസ് ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ 1/2 ടേബിൾ സ്പൂൺ ചേർത്താൽ മതി. എക്സ്ട്രാക്റ്റ് ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ ചേർക്കാം. പിന്നെ കേക്കിലേക്ക് വേറൊരു സാധനം കൂടിയിട്ട് ചേർക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ നമ്മുടെ ആൽമണ്ട്, നമ്മുടെ ബദാമിൻ്റെ പൊടി. ഇത് ഞാൻ കടയിൽ നിന്ന് റെഡിമെയ്ഡായിട്ട് വാങ്ങിച്ചതാണ്. ഇത് ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇത് ഇനിയിപ്പോൾ ഇല്ലാണ്ട് നിങ്ങൾ കേക്ക് ഉണ്ടാക്കിയാലും കേക്കിന് നല്ല ടേസ്റ്റ് തന്നെ ഉണ്ടാവും. അപ്പോൾ ഇത് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാലുണ്ടല്ലോ, ഇത് ഇപ്പോൾ 2 ടേബിൾ സ്പൂൺ നിങ്ങൾ ഇത് ചേർക്കണുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ 250 ഗ്രാം എടുത്ത് വെച്ചാണ് മൈദപ്പൊടിയിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടി മാറ്റാം. ഇനിയിപ്പോൾ ഇത് ചേർക്കണില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 250 ഗ്രാം തന്നെ എടുക്കുക. 2 ടേബിൾ സ്പൂൺ മാറ്റണ്ട. അപ്പോൾ ഇതിന് പകരമായിട്ട് ഇതിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ മാറ്റിയിട്ട് 2 ടേബിൾ സ്പൂൺ ഈ ആൽമണ്ട് ഫ്ലോർ ചേർക്കുക. അപ്പോൾ ഇതില്ലാന്ന് വെച്ചിട്ടും ഉണ്ടാക്കാണ്ടിരിക്കേണ്ട. ഇത് നിർബന്ധമുള്ള സാധനമല്ല. മൊളാസസ് ആയിരുന്നാലും നിർബന്ധമുള്ള സാധനമല്ല. അപ്പോൾ അതങ്ങനെ ഉണ്ടാക്കിയാലും കേക്ക് നല്ല സൂപ്പറായിട്ട് തന്നെ വരും. ഓക്കെ, അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. പിന്നെ നമ്മുടെ കേക്കിലേക്ക് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല റമ്മിൽ, അത് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ കേക്കിൻ്റെ മിക്സിങ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വലിയൊരു ബൗൾ എടുക്കുക. ഇതിലേക്ക് നമുക്ക്
മുട്ട ചേർക്കുക. നമ്മുടെ 5 മുട്ടയുണ്ടല്ലോ, 5 മുട്ട ചേർക്കുക. ഇതിലേക്ക് നമ്മുടെ 225 ഗ്രാം ബട്ടർ ചേർക്കാണ്. അതുപോലെ തന്നെ നമ്മുടെ 180 ഗ്രാം നമ്മുടെ ബ്രൗൺ ഷുഗർ. ഇത് മൂന്നും കൂടിയിട്ട് നമ്മൾ ബീറ്റർ വെച്ചിട്ട് ഇതിനെ ഒന്ന് ബീറ്റ് ചെയ്ത് നന്നായിട്ടൊന്ന് എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലൊരു ക്രീം പോലത്തെ അങ്ങനത്തെ ഒരു ടെക്സ്ചർ വേണം. മറ്റേ കേക്കൊക്കെ നമ്മൾ സാധാരണ ഉണ്ടാക്കുമ്പോൾ ഇത് നല്ല ഫ്ലഫി ആയിട്ട് അങ്ങനെ വരണം. പക്ഷെ അത് അത്രയ്ക്ക് വരേണ്ട ആവശ്യമില്ല. ഇതേപോലെ ഇങ്ങനെ നല്ല ഇത് നോക്കിക്കേ, ഇതിപ്പോൾ നല്ലൊരു എല്ലാം കൂടിയിട്ട് മിക്സായിട്ട് നല്ലൊരു ക്രീം പോലെ വന്നിട്ടുണ്ട്. അത്രയ്ക്ക് വന്നാൽ മതി കേട്ടോ. പിന്നെ ഈ കേക്കിലേക്ക് നമ്മൾ ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും നമ്മൾ ചേർക്കണില്ല കേട്ടോ. നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് നമ്മുടെ 1 ടേബിൾ സ്പൂൺ വാനില എസൻസ് ആണ് ചേർക്കുന്നത്. പിന്നെ നമ്മുടെ 2 ടേബിൾ സ്പൂൺ നമ്മുടെ മൊളാസസ് എന്ന് പറഞ്ഞില്ലേ, അത് ശരിക്കും നമ്മുടെ ഇത് ഈ ശർക്കര പാനി ചെയ്യണം. ഇത് ശർക്കര ഉണ്ടാക്കുന്നതിന് മുമ്പുള്ള സ്റ്റേജാണോ എന്ന് എനിക്കറിയില്ല, അതെങ്ങനെയാണെന്ന് പറഞ്ഞോട്. അത് 2 ടേബിൾ സ്പൂൺ ആയിട്ടാണ് ചേർക്കുന്നത്. ഞാൻ അടുത്തത് നമ്മൾ ഇതിലേക്ക് നമ്മൾ സ്പൈസസ് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതാണ് ചേർക്കുന്നത്. അതും ഞാനിവിടെ പൊടിച്ച് വെച്ചത് ചിലപ്പോൾ മുഴുവൻ നമുക്ക് ആവശ്യം ഉണ്ടാവില്ല. ഞാനൊരു ടേബിൾ സ്പൂണിലാണ് കാണിക്കുന്നത്. അപ്പോൾ 1 ടേബിൾ സ്പൂൺ ചേർത്തു. പിന്നെ അതേപോലെ തന്നെ 1/2 ടേബിൾ സ്പൂണും കൂടിയും ചേർക്കാം. അപ്പോൾ ഇതിനകത്തൊരു ഇച്ചിരി ബാക്കിയുണ്ട്. അപ്പോൾ ഇത്രയ്ക്ക് മതി, 1.5 ടേബിൾ സ്പൂൺ മതി കേട്ടോ. പിന്നെ നമ്മൾ ചേർക്കുന്നത് നമ്മൾ ഓറഞ്ചിൻ്റെ തൊലി നമ്മൾ റെഡിയാക്കിയിട്ട് വെച്ചിട്ടില്ലേ, അത് ചേർക്കണം. അത് ഞാൻ ഫുള്ളായിട്ട് ചേർക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ലെമണും നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതും ചേർക്കുന്നുണ്ട്. പിന്നെ ഇതെല്ലാം കൂടിയിട്ട് ഞാൻ ഒന്നും കൂടി ഒന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കുകയാണ്. പിന്നെ ഉണ്ടല്ലോ, ഞാൻ എടുത്തിരുന്ന ഈ ബട്ടർ ഉപ്പുള്ള ബട്ടറായിരുന്നു. അപ്പോൾ അതുകൊണ്ട് സെപ്പറേറ്റ് ഉപ്പ് ചേർക്കണില്ല. നിങ്ങൾ അൺസാൾട്ടഡ് ബട്ടറാണ് എടുത്തേക്കണം, ഉപ്പില്ലാത്ത ബട്ടറാണ് എടുത്തേക്കണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കണം കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഉപ്പ് ചേർക്കണില്ല. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യും. ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ആവണം, അത്രയ്ക്ക് ഒന്ന് ബീറ്റ് ചെയ്തിട്ട് എടുത്താൽ മതി. ഇനിയിപ്പോൾ നിങ്ങളുടെ അടുത്ത് ബീറ്റർ ഇല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൈ കൊണ്ട് വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് അങ്ങനെ എടുത്താലും കുഴപ്പമുണ്ടാവില്ല. ഓക്കെ, ഇനിയിപ്പോൾ അടുത്തത് നമ്മൾ ചേർക്കുന്നത് മൈദപ്പൊടിയാണ് ചേർക്കുന്നത്. അപ്പോൾ മൈദപ്പൊടി ഒറ്റയടിക്ക് ചേർക്കണ്ട, നമുക്ക് കുറേശ്ശെ ഇട്ടിട്ട് നമുക്ക് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പം ഇനി ബാക്കിയുള്ളതെല്ലാം കൂടിയിട്ട് ഇങ്ങനെ ചെയ്യും. ഞാനിതിപ്പോൾ ഒരു 3 ട്രിപ്പായിട്ടാണ് ചേർക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മുടെ മിക്സിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിരുന്ന നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സും പിന്നെ നമ്മുടെ ടൂട്ടി ഫ്രൂട്ടി ഞാൻ സോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, അതും കൂടിയിട്ട് ചേർക്കാണ്. ഇതും ഇങ്ങനെ കുറച്ചിങ്ങനെ നോക്കി കുറച്ചിങ്ങനെ ഒരു നല്ലൊരു എന്താ പറയുക, നല്ലൊരു നനവുണ്ട്, നല്ലൊരു ജ്യൂസി ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അതനുസരിച്ചിട്ട് നിങ്ങൾ റമ്മ ഓറഞ്ച് ജ്യൂസ് എന്താ ചേർക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ചേർക്കണം കേട്ടോ. നമ്മുടെ ആൽമണ്ടും പിന്നെ നമ്മുടെ വാൾനട്ടും ആട്ടോ ചേർക്കുന്നത്. പിന്നെ വാൾനട്ട്. ഇനി അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്യാണ്. ഇനി ബീറ്റർ വെക്കണ്ട, ഇനി ഇതേപോലെ ഒരു സ്പാച്ചിൽ വെച്ചിട്ട് ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതിൻ്റെ മിക്സിങ് ടൈറ്റായിട്ട് ഇരിക്കുന്നുണ്ടോയെന്ന്. ഇതിൻ്റെ മിക്സിങ് ഇങ്ങനെ തന്നെയാണ് ഇരിക്കേണ്ടത്. അത് എല്ലാം കൂടിയിട്ട് എല്ലായിടത്തേക്കും ആവണ പോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ. ഇതിലേക്ക് ഞാനിവിടെ എക്സ്ട്രാ ഒരു 1 ടേബിൾ സ്പൂൺ റമ്മും കൂടിയിട്ട് ചേർക്കുന്നുണ്ട്. അപ്പോൾ 1 ടേബിൾ സ്പൂൺ റമ്മ് ചേർക്കണം. ശരിക്കും ആ റമ്മും പിന്നെ നമ്മുടെ ഓറഞ്ചിൻ്റെ ഇത് നമ്മൾ പീൽ ചെയ്തെടുത്തില്ലേ, ലെമണും അതൊക്കെ നമ്മൾ പീൽ ചെയ്ത് ചേർന്നല്ലേ, എല്ലാം കൂടിയിട്ട് ഇപ്പോൾ നല്ലൊരു പിന്നെ വാനില എസൻസും എല്ലാം കൂടി ആയിപ്പോണ്ടല്ലോ. ശരിക്കും എന്ത് നല്ലൊരു സ്മെല്ലാണ് വരണേന്ന് പറയുക, നല്ല സ്മെല്ല് മൂക്കിലേക്ക് കിട്ടണം. അപ്പോൾ ഇത്രയ്ക്കുള്ളൂ ഇതിൻ്റെ മിക്സിങ്. ഇതെല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് ഒരു കേക്ക് ടിന്നിലേക്ക് ഇട്ടിട്ട് നമ്മൾ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്.
അപ്പോൾ നമ്മുടെ കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഇതേപോലത്തെ ഒരു കേക്ക് ടിൻ എടുത്തിട്ടുണ്ട്. ഇതെനിക്ക് തോന്നുന്നു 8 ഇഞ്ചിൻ്റെ ആണെന്ന് തോന്നണം കേട്ടോ. പിന്നെ അത് സാധാരണ നമ്മൾ മറ്റേ കേക്കുകളൊക്കെ നമ്മൾ ബേക്ക് ചെയ്യുമ്പോൾ അതൊക്കെ അതിനായിട്ട് ഇങ്ങനെ പൊന്തി വരും. അപ്പം ഇത് ആകുമ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ഒരു ഏകദേശം ഒരു അത്രയ്ക്കൊന്നും അറിയണ്ട, ഒരു 3/4 ഭാഗത്തിനേക്കാളും കുറച്ച് കയറി നിന്നാലും കുഴപ്പമില്ല. അപ്പോൾ അതനുസരിച്ചിട്ടുള്ള ഒരു ബേക്ക് ചെയ്യണ ഒരു ബേക്ക് ടിൻ എടുക്കുക. ഇതേപോലത്തെ ബേക്ക് ചെയ്യണ ഇങ്ങനത്തെ ബേക്ക് ടിന്ന് തന്നെ വേണമെന്നില്ല കേട്ടോ. ഇങ്ങനത്തെ കേക്കൊക്കെ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ ഇങ്ങനെ സ്ക്വയർ ആയിട്ടുള്ള ഗ്ലാസിൻ്റെ ഇങ്ങനെ പാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തേലും നിങ്ങൾക്ക് കേക്ക് ബേക്ക് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. സാധാരണ ഈ പ്ലം കേക്കൊക്കെ ആകുമ്പോൾ അങ്ങനത്തേലൊക്കെ ബേക്ക് ചെയ്താലും നല്ലത് തന്നെയാണ്. ഇതാകുമ്പോൾ കുറച്ചുകൂടി നമുക്കിങ്ങനെ തിക്കായിട്ട് കിട്ടും. പക്ഷേ എനിക്ക് മറ്റേ സ്ക്വയർ ആയിട്ടുള്ള അങ്ങനത്തെ പാത്രങ്ങളാണ് കുറച്ചുകൂടി കൂടുതൽ ഇഷ്ടം. ഇതായിരുന്നാലും കുഴപ്പമില്ല. ഇതാകുമ്പോൾ ഇങ്ങനെ കേക്കിൻ്റെ ഷേപ്പിലേക്ക് ഇരിക്കുമ്പോൾ കാണാനും നല്ല ഭംഗി ഉണ്ടാവില്ല. അപ്പം ഇതിൻ്റെ അടിയിൽ നമ്മൾ ഇതേപോലത്തെ ഒരു ബട്ടർ പേപ്പർ വെക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ കറക്റ്റ് കൊള്ളണ ഒരെണ്ണം കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ വയ്ക്കാം. മുകളിലേക്ക് നമുക്ക് കുറച്ച് ബട്ടർ നമുക്കൊന്ന് ബ്രഷ് ചെയ്തിട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഈ നമ്മുടെ കേക്കിൻ്റെ മിക്സിങ് നമ്മൾ ഇതിലേക്ക് ചേർക്കട്ടെ. ആദ്യം തന്നെ ഇതിനകത്ത് ഫുള്ളായിട്ട് ലെവൽ ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിനെ നമുക്കൊന്ന് ലെവലിൽ നിന്ന് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഇത് ചെയ്ത് കൊടുക്കാം. ഒരു സ്പൂൺ ഇട്ടിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ ബട്ടർ പേപ്പർ അവിടെ നിന്ന് ചിലപ്പോൾ തെന്നിപ്പോയി. എന്നിട്ട് ഇങ്ങനെ കുറച്ച് ഇട്ട് കഴിഞ്ഞിട്ട് ഇതിനെ നമ്മളൊരു സ്പാച്ചിൽ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കട്ടെ. നല്ല സൂപ്പർ കേക്കായിട്ട് വരും. ഇതിന് മുമ്പ് ഞാനൊരു കേക്ക് ഉണ്ടാക്കിയേണ്ട ഒരു കഷ്ണം ഇരിക്കുന്നുണ്ട്. അത് നിങ്ങളതിന് ഞാൻ കട്ട് ചെയ്തിട്ട് കാണിക്കട്ടെ. അതും ഞാൻ ഇതേപോലെ സെയിം പാത്രത്തിൽ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതും ഇതേപോലത്തെ ഒരു ഫുള്ള് കേക്കായിരുന്നു. ഞാൻ തന്നെ ഫുള്ള് കഴിച്ച് തീർത്തു. അതിൻ്റെ ചെറിയൊരു പീസ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങളെ കട്ട് ചെയ്ത് കാണിക്കാൻ മതി. കാരണം ഈ കേക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കേക്കാണ്. എനിക്കാണ് സാധാരണ പിള്ളേർക്ക് കേക്ക് അത്രയ്ക്ക് ഇഷ്ടമില്ല. എവിടെ പിള്ളേർ കഴിക്കാറില്ല. ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ട് കഴിക്കാറ്. കഴിഞ്ഞ ക്രിസ്മസിന് എനിക്കിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കാറ്ററിങ് തുടങ്ങിയെന്ന് പറയില്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ക്രിസ്മസിന് എനിക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നേരം ഉണ്ടായി. പക്ഷെ ഞാൻ വിചാരിച്ചു എന്തായിരുന്നാലും ഈ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഞാൻ കഴിഞ്ഞ വർഷം വാങ്ങിച്ചു വെച്ചിട്ടുണ്ടാകും. അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ എന്തായിരുന്നാലും ഉണ്ടാക്കണമെന്ന് വെച്ചിട്ട് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. സൈഡിലായത് ജസ്റ്റ് ഒന്ന് തുടച്ച് കളഞ്ഞോട്ടെ. കാരണം അതിങ്ങനെ ഇരുന്നിട്ടെങ്കിൽ ചിലപ്പോൾ അവിടെ കരിക്കും ചിലപ്പോൾ. അപ്പോൾ ഈ കേക്ക് നമ്മൾ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ സാധാരണ നമ്മൾ കേക്കൊക്കെ ബേക്ക് ചെയ്യുമ്പോൾ 350 ഫാരനൈറ്റിലേക്കാണ് ബേക്ക് ചെയ്യുക. പക്ഷേ ഈ കേക്ക് നമ്മൾ ബേക്ക് ചെയ്യുമ്പോൾ അത്രയ്ക്ക് ടെമ്പറേച്ചർ കൂട്ടി വെക്കണ്ട. ഇത് ഞാനിവിടെ 280 ഫാരനൈറ്റിലാണ് വെക്കുന്നത്. സെൻറ്റിഗ്രേഡിലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 140 സെൻറ്റിഗ്രേഡിലാണ് വെക്കേണ്ടത്. ഇവിടെ ഫാരനൈറ്റ് ആണ്, അപ്പോൾ നാട്ടിൽ സെൻറ്റിഗ്രേഡ്, അപ്പോൾ 140 വയ്ക്കുക. പിന്നെ ഈ കേക്ക് ബേക്ക് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം നല്ല സമയം എടുക്കും. ഞാൻ ലാസ്റ്റ് ടൈം ഞാൻ കേക്ക് ബേക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ 2.25 മണിക്കൂറാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ടെമ്പറേച്ചർ കുറച്ചിട്ടുമാണല്ലോ വെക്കുന്നത്. കാരണം ഇത് കുറച്ചിങ്ങനെ ബാറ്ററൊക്കെ കുറച്ച് ടൈറ്റായിട്ട് ഇരിക്കുന്നതാണല്ലോ. അപ്പോൾ ഒരുപാട് തീ അങ്ങനെ അല്ല, ഒരുപാട് ടെമ്പറേച്ചർ കൂട്ടി വെച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേക്ക് നമുക്ക് റെഡി ആയിട്ട് കിട്ടില്ല. അപ്പോൾ ഏകദേശം 2 മണിക്കൂർ എന്തായിരുന്നാലും പിടിച്ചു. അപ്പോൾ ഞാൻ 2.25 മണിക്കൂറാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ കേക്ക് നമ്മൾ ബേക്ക് ചെയ്യുമ്പോഴുണ്ടല്ലോ, സാധാരണ നമ്മൾ കേക്ക് ബേക്ക് ചെയ്യുമ്പോൾ ഇത് ഇങ്ങനെ തന്നെ കൊണ്ടുപോയിട്ട് നമ്മൾ ഓവൻ്റെ ഉള്ളിലേക്ക് വെക്കാണല്ലോ ചെയ്യുന്നത്. ഇത് നമ്മൾ കൂടുതൽ സമയം എടുത്തിട്ട് ബേക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ കുറച്ചും കൂടി നല്ലത് വേറെ ഏതെങ്കിലും ഒരു ട്രേയിലേക്ക് വെച്ചിട്ട് കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് അങ്ങനെ ഒരുപാട് ഭയങ്കരമായിട്ട് ചൂട് അടിക്കില്ല. അപ്പോൾ എന്തെങ്കിലും ഒരു വലിയ ട്രേ ഇതനുസരിച്ചിട്ട് വെക്കാം. അതിപ്പോൾ ഞാനിവിടെ ഒരു അലുമിനിയം ഫോയിലാണ് വെച്ചേക്കുന്നത്. അപ്പോൾ നമ്മുടെ ഓവൻ ഞാനിവിടെ പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചേക്കാണ്. അപ്പോൾ ചിലർ ചോദിക്കാറുണ്ട് ഓവൻ എങ്ങനെ പ്രീ ഹീറ്റ് ചെയ്യണമെന്ന്. കാരണം നമ്മൾ ഓവനിൽ നമ്മൾ ടെമ്പറേച്ചർ ഓൺ ആക്കുമ്പോൾ തന്നെ നമുക്ക് 280 ടെമ്പറേച്ചർ നമുക്ക് വരില്ലല്ലോ. അത് കൂടിയാണല്ലോ വന്നത്. ഇപ്പോൾ 100 വന്നിട്ടുള്ളൂ. അപ്പോൾ എടുത്ത് വെക്കണ്ടെന്നാണ് പറഞ്ഞത്. 250 ആയി കഴിഞ്ഞിട്ട് വെച്ചാൽ മതി. ഇനിയിപ്പോൾ എല്ലാ ഓവനിലും ഇങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഇങ്ങനെ അല്ലാന്ന് വെച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു ഓവൻ ചൂടായി കഴിഞ്ഞിട്ട് മാത്രം വെച്ചാൽ മതി. കാരണം ഈ ഓവൻ ഒട്ടും ടെമ്പറേച്ചർ ഇല്ലാണ്ട് അതിനകത്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേക്ക് അത്രയ്ക്ക് ശരിയായിട്ട് വരില്ല. അതെപ്പോഴും പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ഞാൻ വെക്കണില്ല, 250 ആവുമ്പോഴേ വെക്കണുള്ളൂ. കേട്ടോ നമ്മുടെ കേക്ക് ഉണ്ടാക്കിയത് ഒരു പീസ് ഇരിക്കുന്നുണ്ടായിരുന്നില്ലേ. ഫ്രിഡ്ജിൽ വെക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേക്ക് എപ്പോഴും നന്നായിട്ട് കവർ ചെയ്ത് വെക്കണം കേട്ടോ.
ഇതിപ്പോൾ ഞാനിങ്ങനെ ഒരു പ്ലാസ്റ്റിക് റാപ്പർ വെച്ചിട്ട് കവർ ചെയ്ത് വെച്ചിരുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ചെറിയ പീസാണ് ഇനിയിപ്പോൾ ഇരിക്കണത്. ഇതാ നോക്കിക്കേ, എന്ത് ഭംഗിയാന്ന് നോക്കിക്കേ നമ്മുടെ കേക്ക് കാണാൻ വേണ്ടിയിട്ട്. കണ്ട, ഒന്ന് കട്ട് ചെയ്ത് നോക്കാം ഇത്. അപ്പം ഇങ്ങനെ കുറച്ച് ദിവസം ഇങ്ങനെ വെക്കണം. അങ്ങനെ വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നോക്കിക്കേ കേക്ക് നമുക്ക് ഒട്ടും പൊടിഞ്ഞു പോയി. കണ്ട, നല്ല പീസായിട്ട് നമുക്ക് കിട്ടണണ്ട. അല്ലെങ്കിൽ നമ്മൾ കേക്ക് ഇപ്പോൾ ഇന്ന് ഉണ്ടാക്കി നാളേക്ക് ചിലപ്പോൾ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേക്ക് പൊടിഞ്ഞു പോകും. പിന്നെ ആ കേക്കിന് ആ ടേസ്റ്റിനും ഭയങ്കര വ്യത്യാസം വരും. അത് ഇരിക്കണം ശരിക്കും ഈ കേക്ക്, അപ്പോൾ ഇതിൻ്റെ ആ ടേസ്റ്റ് വരുള്ളൂ. അപ്പോൾ അത് നിങ്ങൾ ക്രിസ്മസിന് ഒരാഴ്ച മുന്നേ നിങ്ങളിത് ഉണ്ടാക്കി വെക്കണം. അത്രയ്ക്ക് ഞാൻ കട്ട് ചെയ്യുള്ളൂ. ഇതാന്ന് നോക്കിക്കേ, ആ നട്ട്സും ഇത് എല്ലാവരും നമുക്ക് കേക്കിൻ്റെ എല്ലായിടത്തും ശരിക്കും നന്നായിട്ട് വന്നിട്ടുണ്ട്. എൻ്റെ ഓവൻ്റെ ടെമ്പറേച്ചർ 280 ആയിട്ടുണ്ട്. അപ്പോൾ കേക്ക് നമ്മൾ വെക്കാട്ടെ. അതാന്ന് നോക്കിക്കേ, എന്ത് ഭംഗിയല്ലേ കാണാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ കഴിക്കാനാണെങ്കിൽ എന്ത് ടേസ്റ്റാണെന്ന് അറിയാം. ഇത് നമുക്ക് എത്ര കനം കുറച്ചിട്ട് വേണമെങ്കിലും ഇതേപോലെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഈ നമ്മുടെ മറ്റേ കേക്ക് റെഡി ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ കാണിച്ചു തരാം. പിന്നെ തുറന്ന് വെക്കരുത്, എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് ഇങ്ങനെ ടൈറ്റായിട്ട് ഇങ്ങനെ കവർ വെച്ചിട്ട് ടൈറ്റായിട്ട് വെച്ചാൽ മതി. നോക്കിക്കേ, ഇപ്പം നമ്മുടെ പ്ലം കേക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ കേക്ക് ഞാൻ ഇങ്ങനെ റെഡി ആക്കിയിട്ട് വെച്ചിട്ട് ഇതിപ്പോൾ 2 ദിവസമായിട്ടുണ്ട് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്ലം കേക്ക് റെഡി ആയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറഞ്ഞത് ഒരു 2 ദിവസമെങ്കിലും വെക്കണം, അല്ലെങ്കിൽ ഒരാഴ്ച വരെങ്കിലും വെക്കുക. അപ്പോഴായിരിക്കും നമ്മുടെ പ്ലം കേക്കിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ കേക്ക് വെക്കുമ്പോഴായിരുന്നാലും ഇതേപോലെ നന്നായിട്ട് ഇങ്ങനെ കവർ ചെയ്ത് വെക്കണം കേട്ടോ. കാരണം ഈ കേക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല മണമൊക്കെയുള്ള കേക്കാണ്. അപ്പോൾ തുറന്നൊന്നും വെക്കരുത്. ഞാൻ പുറത്താണ് വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ കേക്കിൻ്റെ മുകളിൽ ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ വെച്ചിട്ട് റമ്മ് ഒഴിച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു. അതിപ്പോൾ നിങ്ങളിപ്പോൾ കൂടുതൽ ദിവസം വെക്കുന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റമ്മ് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ കൂടുതൽ ദിവസം വെക്കുന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ടേബിൾ സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ഒഴിച്ച് കൊടുത്താൽ മതി ഒരാഴ്ച വരെ. ഇതിപ്പോൾ ഞാൻ 2 ദിവസം വെച്ചതുകൊണ്ട് തന്നെ 2 ടേബിൾ സ്പൂൺ വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ ഞാനിങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ റമ്മ് അങ്ങനെ ഒഴിച്ച് വെക്കുമ്പോൾ കേക്കിന് കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ കേക്ക് ഞാനൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം കേട്ടോ. ഇതിൻ്റെ അടിയിലൊരു തട്ടുണ്ടായതാണേ. പിന്നെ കേക്കിൻ്റെ അടിഭാഗം ഇട്ടത്. അപ്പം നിങ്ങൾക്ക് അടിഭാഗം എന്താ ശരിക്കും കാണാൻ വേണ്ടി പറ്റില്ലേ. എന്തോരം ആ നട്ട്സ് ഇതെല്ലാം നോക്കിക്കേ നന്നായിട്ട് വന്നിരിക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ എടുക്കാൻ വേണ്ടി നേരത്തെ തട്ടിയിരുന്നിട്ട് എനിക്ക് എടുക്കാൻ വേണ്ടി തട്ടുന്നുണ്ടായതല്ലേ. ഓക്കെ, അപ്പോൾ നമ്മുടെ കേക്ക് ഇതാ കട്ട് ചെയ്തിട്ടുണ്ട്. പീസ് പുറത്തേക്ക് എടുക്കട്ടെ കേട്ടോ. നല്ല സൂപ്പറായിട്ടിരിക്കും കേക്കിൻ്റെ പീസ്. നോക്കിക്കേ, എന്തൊരു ഭംഗിയാന്ന് നോക്കിക്കേ ഇത് കാണാൻ വേണ്ടിയിട്ട്. കട അടിപൊളി കേക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൂപ്പർ കേക്കാട്ടോ, സൂപ്പർ കേക്കാണ്. നോക്കിക്കേ കേക്കിൻ്റെ ഉൾഭാഗം നോക്കിക്കേ. ഇതാ, അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലം കേക്ക്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഞാനിപ്പോൾ കഴിച്ചൊന്നും കാണിക്കണില്ല, കാരണം വീഡിയോ അല്ലെങ്കിൽ തന്നെ ഇത് കുറച്ച് ലോങ് ആവും.